ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടേ പറ്റുള്ളൂ. കാരണം ഫൈനൽ റിസൾട്ട് അത്ര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ക്രാഫ്റ്റാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഞങ്ങൾ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ഇതേപോലെ സർക്കിൾ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുക. സ്ട്രിങ് ലൈറ്റ് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് അതിൻ്റെ ബൾബിൻ്റെ പോർഷൻ ഇങ്ങനെ വരുന്ന രീതിയിൽ രണ്ടറ്റത്തും വയർ ഇങ്ങനെ പിരിച്ച് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൽ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഞാനിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്ലൂ സ്റ്റിക്ക് ക്യാൻഡിലിൽ കാണിച്ച് മെൽറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിതുപോലെ ഒരു ഗ്ലൂ സ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വേറെ ഏതെങ്കിലും ഗം എടുക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലൂ സ്റ്റിക്കാണ്. കാരണം ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ലാമ്പാണ്. നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ഈസി ടുലിപ്പ് ലാമ്പാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ കയ്യിൽ കുറച്ച് ഫോം ക്ലേ ഉണ്ടായിരുന്നു, അതിൽ ഗ്രീൻ കളർ എടുത്തിട്ട് ആ വയേഴ്സ് ഞാൻ ഇവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടുലിപ്പിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗം വരുന്നിടത്താണ് ഞാൻ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. പറ്റും പോലെയൊക്കെ ഒന്ന് നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. ആ ബേസ് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളർ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോം ക്ലേ തന്നെയാണ്. ഗ്രീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്ലേ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ലീഫും കൂടെ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോന്നിലും ഓരോ ലീഫായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ലീഫും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ പിങ്ക് കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കുക. അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ് റെഡിയാണ്. ഈ മെത്തേഡിൽ ഫ്ലവർ ചെയ്യുന്ന വേറൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഒരു സ്വിച്ചും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ പെയിന്റും അടിച്ചു കൊടുത്ത് ഒരു ബോയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ നമ്മുടെ ലാമ്പ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സത്യം പറയാൻ നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും മറക്കല്ല.